സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ അണിയറയിലൊരുങ്ങുന്നു. നവാഗതനായ അജിത് പൂജപ്പുര സംവിധാനം ചെയ്യുന്ന അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്ന സിനിമയാണ് അണിയറയിലൊരുങ്ങുന്നത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷ് രാഷ്ട്രീയക്കാരനായി എത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ഇവിടെ വന്ന് എന്റെ ചോറ് കൊണ്ടിട്ട് എന്റെ നേരെ ഇറങ്ങിക്കൊള്ള ഈ നിമിഷം അതിന് തന്നെയാണോ വന്നത്? പെരുമാളുടെ നല്ല മനസ്സറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ശരീരത്തിൽ പിടിച്ച പുതുവൽ തറവാട്ടിലെ അഴുക്കുകളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം എത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് അങ്ങനെ തന്നെ നേതാവി അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്ന സിനിമ പറയുന്നത്. രാഷ്ട്രീയമില്ലാത്ത പെരുമാൾ ദേശത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാലാ തങ്കച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മുകേഷ് അവതരിപ്പിക്കുന്നത്. നവാഗതനായ അജിത് പൂജപ്പുരയാണ് സിനിമയുടെ സംവിധായകൻ. രാഷ്ട്രീയം ആക്ഷേപഹാസ്യത്തിലൂടെ പറയുകയാണ് തന്റെ സിനിമയെന്ന് അജിത്ത് പറഞ്ഞു. രാഷ്ട്രീയം ആക്ഷേപഹാസ്യത്തിലൂടെ പറയാൻ ആണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളം രാഷ്ട്രീയ ചൂട് നിൽക്കുമ്പോൾ എല്ലായിടവും രാഷ്ട്രീയമാണ് ഇപ്പോൾ നിൽക്കുന്ന വിഷയം. അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയം കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളിലൂടെ ആണ് ഈ കഥ വികസിക്കുന്നത്. രാഷ്ട്രീയ സിനിമയാണെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയിലെ നായകനായ നരേന്റെ പ്രതികരണം ഇങ്ങനെ: അത് നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് ചോദിക്കുകയായിരിക്കുന്നല്ലോ, ആ വക നമ്പറുകളൊന്നും നമ്മൾ പറയുന്നതല്ല. ഗ്രീൻലാൻഡ് പ്രൊഫഷണൽ ബാനറിൽ സുരേഷ് നായർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മീരാനന്ദൻ, സായികുമാർ, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് അഭിനയിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ, കോട്ടയം.